പണ്ടുകാലത്ത് അമ്മമാരുടെ ഇഷ്ടതൊഴിയായിരുന്ന ഒരു സാധനമാണിത്, അമ്മിക്കല്ല്. ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? മെറ്റാറ്റി, METATE. അമ്മമാരുടെ മറ്റൊരു തോഴിയായിരുന്നു ആട്ടുകല്ല്. പുതിയ കൂട്ടുകാരെ കിട്ടിയപ്പോൾ അമ്മമാരൊക്കെ ഇപ്പോൾ ഇതിനെ കൈയൊഴിഞ്ഞു. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരെന്താണ്? സ്റ്റോൺ ഗ്രൈൻഡർ, അല്ലെങ്കിൽ ഗ്രൈൻഡിങ് സ്റ്റോൺ എന്നും പറയാം. അമ്മമാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു തോഴിയായിരുന്നു ഇത്. ചിരവ അല്ലെങ്കിൽ തേങ്ങ ചുരണ്ടി എന്നറിയപ്പെടുന്ന കോക്കനട്ട് സ്ക്രൈപ്പർ. കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറി. ആൾക്കാരുടെ രുചിഭേദങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ വിപണിയിൽ പുതിയ തേങ്ങ ചുരണ്ടികൾ ലഭ്യമാണ്. അപ്പോൾ ചിരവയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് മറക്കണ്ട, കോക്കനട്ട് സ്ക്രൈപ്പർ. റൈസ് മില്ലുകളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് അമ്മമാരെ അരി പൊടിക്കാൻ സഹായിച്ചിരുന്ന ഒരു യന്ത്രമാണിത്. ഉരലും ഉലക്കയും. കുതിർത്ത അരി ഇതിലിട്ട് ഇടിച്ച് പൊടിച്ച് അരിമാവാക്കി പുട്ട്, ഒറട്ടി, അപ്പം എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് മോട്ടർ ആൻഡ് പെസൽ എന്നാണ്. മോട്ടർ ആൻഡ് പെസൽ. സേവനാഴി. ഇടിയപ്പമുണ്ടാക്കാൻ മാവ് കുഴച്ച് പിഴിഞ്ഞെടുക്കുന്നത് ഈ യന്ത്രത്തിൽ വെച്ചാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? സെവ് മേക്കർ, SEVMAKER. അപ്പക്കാര അഥവാ ഉണ്ണിയപ്പച്ചട്ടി. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? അപ്പം പാൻ. കിണ്ടിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് സ്പൗട്ടിംഗ് വാട്ടർ ജഗ് എന്നാണ്. ചായ അരിപ്പിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടീ സ്ട്രെയിനർ. മൺകുടം ഇംഗ്ലീഷിൽ പറയുന്നത് പിച്ചർ. അടുപ്പ് ഇംഗ്ലീഷ് പദം ഹെർത്ത്. വാക്കത്തി ഇംഗ്ലീഷിൽ പറയുന്നത് ബിൽ ഹൂക്ക്. വടിവാൾ ഇംഗ്ലീഷ് നെയിം മെഷട്ടി. നാരങ്ങ പിഴിയാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ലെമൺ സ്ക്യൂസർ. സോഡ കുപ്പി, ബിയർ ബോട്ടിൽ, സോഫ്റ്റ് ഡ്രിങ്ക്സ് വരുന്ന ടിന്നുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേര് ബോട്ടിൽ ഓപ്പണർ.